അപ്പം നമ്മളങ്ങനെ ഒത്തിരി കുറച്ചുകൂടെയൊക്കെ സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കണം. ഇങ്ങനെ കുലുങ്ങിയൊക്കെ ചിരിക്കുന്ന അതിലെ സ്ത്രീകളുടെ ഒരു സ്വഭാവമുണ്ട്. ഈ സ്ത്രീകൾക്കാണ് ഈ പരദൂഷണം കേൾക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കുന്ന സ്വഭാവമുള്ളത്. ഇപ്പം തന്നെ ആശ തന്നെ ഈ ചിരിക്കുന്നത് ഒരു സ്ത്രൈണ സ്വഭാവം ഉള്ളതുകൊണ്ടാണ്. കാരണം സ്ത്രീകൾ പൊതുവേ ചെറിയ കാര്യത്തിന് വരെ ഇങ്ങനെ ചിരിക്കും. അപ്പം അവരുടെ ഒരു സ്വഭാവമാണ്, ഒന്നും വേണ്ട, ഒന്നുമില്ലാതെ തന്നെ അവർ ചിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഒരു സ്ത്രൈണ സ്വഭാവം കാണിക്കരുത്, ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങളിപ്പോൾ ഒരു സ്ത്രീ ഗുരുവിനെ ഇത്ര എതിർക്കുന്നു, സ്ത്രീ സ്വഭാവത്തിൽ എതിർക്കുന്നു, അപ്പോൾ അതും ഒരു സ്ത്രൈണ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അതായത് ഈ പ്രകൃതിയിൽ സ്ത്രീ പുരുഷരെന്ന വ്യക്തികളെക്കാൾ കൂടുതൽ സ്ത്രൈണ ഗുണവും പുരുഷ ഗുണവും, പുരുഷ ഗുണം ബോധവും സ്ത്രൈണ ഗുണം പ്രകൃതി, സ്ത്രൈണ ഗുണത്തെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രൈണ ഗുണവും പുരുഷ ഗുണവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് സ്ത്രീ പുരുഷന്മാരിലെല്ലാം ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ ഓരോരുത്തരുടെയും ഗുണത്തിന് അനുസരിച്ച്, അതിൻ്റെ ഏറ്റക്കുറച്ചിലിനനുസരിച്ചാണ് സ്ത്രീ പുരുഷ ഭേദമായിട്ടൊക്കെ കാണുന്നത്. അപ്പോൾ ഈ പുരുഷന്മാരിലും സ്ത്രൈണ ഗുണമുള്ളവരുണ്ട്. കാരണം ഈ സ്ത്രീകളെ അധിക്ഷേപിക്കുക, അല്ലെങ്കിൽ പരിഹസിക്കുക, നുണ പറയുക, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വയലൻസ്, ദേഷ്യ, അസൂയ, കുശുമ്പ്, ഇതെല്ലാം ഒരു സ്ത്രൈണ ഗുണത്തിൻ്റെ ഭാഗമാണ്. സ്ത്രീകളെ അല്ല ഞാൻ പറയുന്നത്, സ്ത്രൈണ ഗുണത്തിൻ്റെ ഭാഗം. ബോധം, വിസ്ഡം, അറിവ്, ജ്ഞാനം, ഇതെല്ലാം പുരുഷ ഗുണമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് സ്ത്രീക്കോ പുരുഷനോ ഇല്ലെന്നല്ല, സ്ത്രീകൾക്ക് ബോധവും ജ്ഞാനവും അറിവും പക്വതയും എല്ലാമുള്ള ഈ പുരുഷ ഗുണം, പ്രകൃതിയിലെ പുരുഷ ഗുണമുള്ള, പുരുഷനായിട്ട് പറയുന്ന ഗുണങ്ങളുള്ള സ്ത്രീകളുണ്ട്. നല്ല പക്വതയുള്ള, നല്ല മെച്യൂരിറ്റിയുള്ള സ്ത്രീകളുണ്ട്. അവരെയാണ് നമ്മൾ ഉത്തമയായ സ്ത്രീകളെന്ന് പറയുന്നത്. ഈ പുരുഷ ഗുണത്തിലുള്ള ബോധം, ജ്ഞാനം, അങ്ങനെ അറിവ്, ഇൻ്റലിജൻസ്, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ. അതുപോലെ സ്ത്രൈണ ഗുണം ഉള്ള പുരുഷന്മാരുമുണ്ട്. അപ്പോൾ അവരാണ് ഈ സ്ത്രീകളെ അധിക്ഷേപിക്കുക, പരിഹസിക്കുക, പിന്നെ സ്ത്രീകളെ അടിക്കുക, ഉപദ്രവിക്കുക. കാര്യം ഈ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്ത്രീകളെ അടിച്ചും ഉപദ്രവിച്ചും ഒക്കെ അവർക്ക് അവരുടെ എന്നുവെച്ചാൽ ഈ പുരുഷനായിട്ടില്ല, പുരുഷനായി ആവാൻ ശ്രമിക്കുകയാണ് അവൻ്റെ മനസ്സ്. അപ്പോൾ സ്ത്രീകളെയൊക്കെ അടിച്ചും ഉപദ്രവിച്ചും ഒക്കെ പിന്നെ അവൻ മേളിൽ വരാൻ ശ്രമിക്കും. അതാണ് ആ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ചില ഭർത്താക്കന്മാരൊക്കെ അവർ പുരുഷ ഗുണം തെളിയിക്കാൻ നോക്കുകയാണ്. യഥാർത്ഥ പുരുഷന് അത് തെളിയിക്കേണ്ട കാര്യമില്ല. അല്ലാത്ത ആളിനാണ്, താൻ ഇതല്ലാത്ത ആളിനാണ് അത് തെളിയിക്കേണ്ട ആവശ്യം വരുന്നത്. യഥാർത്ഥ പുരുഷൻ തെളിയിക്കില്ല. അയാൾ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യണേ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഗുരു സ്ത്രീകളെ എല്ലാവരെയും എംപവർ ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഒരുപാട് ഗുരുക്കന്മാർ അങ്ങനെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓഷോ, അരബിന്ദോ, അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാർ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു പോസ്റ്റിൽ ഒരു സ്ത്രീ അവരുടെ പേര് വെക്കാതെ വന്ന് അധിക്ഷേപിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഞാനും തിരിച്ച് നല്ല രീതിയിൽ പരുഷമായിട്ടൊക്കെ സംസാരിക്കുകയും ഇതൊരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഞാൻ പിന്നെ എഡിറ്റ് ചെയ്ത് അത് മാറ്റി. കാര്യം സ്ത്രീകളെ നമ്മൾ അധിക്ഷേപിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഈ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ പരിഹസിക്കുക, അധിക്ഷേപിക്കുക, അതൊക്കെ സ്ത്രൈണ ഗുണമാണ്. ഇപ്പോൾ പുരുഷന്മാരെന്നൊക്കെ പറയുമെങ്കിലും സ്ത്രൈണ ഗുണമാണ്. കാര്യം ഈ കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞ് പുരുഷനാവണമെന്നില്ല.